കടങ്ങളും പ്രയാസങ്ങളും തീരാൻ പരിശുദ്ധ ഖുർആനിലെ പവർഫുള്ളായ 2 ആയത്തുകൾ പറഞ്ഞുതരാം. 2 സൂറത്തുകളിലെ വലിയ പവർഫുള്ളായ വലിയ മഹത്വമുള്ള 2 ആയത്തുകൾ. ആരെങ്കിലും ഒരാൾ നിരന്തരം ഈ ആയത്തുകൾ പതിവാക്കിയാൽ, നമുക്കൊക്കെ അറിയുന്ന ആയത്തുകളായിരിക്കും ചിലപ്പോൾ, ഈ ആയത്തുകൾ പതിവാക്കി കഴിഞ്ഞാൽ ജീവിതത്തിൽ അയാൾ നേരിടുന്ന കടബാധ്യതകൾ അയാൾക്ക് തീർന്നു കിട്ടുകയും പ്രയാസങ്ങൾ നീങ്ങി കിട്ടുകയും അയാളിലേക്ക് വലിയ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള സഹായം വന്നു ചേരുകയും ചെയ്യുമെന്ന് മഹാന്മാർ വിശദീകരിക്കുന്നുണ്ട്. ഏതാണ് ആ അമൂല്യമായ 2 ആയത്തുകളെന്ന് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കേൾക്കാം. പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരിലേക്ക്, കടങ്ങൾ അനുഭവിക്കുന്നവരിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചു കൊടുക്കുക. അവരുടെ പ്രയാസങ്ങൾക്ക് അത് അകറ്റാൻ നമ്മളൊരു കാരണക്കാരാകുക. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. വീഡിയോ മുഴുവനും കേൾക്കുക, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ. അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ കുല്ലി ശൈത്വാനിൻ വഹാമ്മ വമിൻ കുല്ലി ഐനിൻ ലാമ. അല്ലാഹു നമ്മുടെ സൽക്കർമ്മങ്ങൾ സ്വീകരിക്കട്ടെ. വന്നുപോയ അപാകതകൾ അല്ലാഹു മാപ്പ് ചെയ്തു തരുമാറാകട്ടെ. പരിശുദ്ധമായ ഖുർആൻ നമുക്കെന്നും ഒരു അത്താണിയാണ്. നമുക്കെല്ലാ കാര്യങ്ങൾക്കുമുള്ള പരിഹാരം ഖുർആനിലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എത്രയോ ഹദീസുകളിലൂടെ നമ്മളെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. പല ആയത്തുകളുടെ, പല സൂറത്തുകളുടെയൊക്കെ ഫളായിലുകൾ. ഇന്ന സൂറത്ത് ഓതിക്കഴിഞ്ഞാൽ ഇന്ന നേട്ടമുണ്ട് എന്നും ഇന്ന സൂറത്ത് ഓതിക്കഴിഞ്ഞാൽ ഇന്ന ഫളിലുണ്ട് എന്നും ഒക്കെ വ്യത്യസ്തങ്ങളായ രൂപത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകൾ കാണാൻ കഴിയും. അക്കൂട്ടത്തിൽ വലിയ പവറുള്ള 2 ആയത്തുകൾ വിശുദ്ധമായ ഖുർആനിൽ പരിചയപ്പെടുത്തുന്നു. മഹാന്മാർ വിശദീകരിക്കുന്നതിൻ്റെ ശ്രേഷ്ഠതകൾ, മഹത്വങ്ങൾ പറയുന്നുണ്ട്. എന്താണ് എന്ന്? വിശുദ്ധ ഖുർആനിലെ സൂറത്തു ത്വലാഖ്, അതായത് 65-ാമത്തെ സൂറത്തിലെ 2-3 ആയത്തുകൾ, 2-ാമത്തെ ആയത്തിൻ്റെ അവസാന ഭാഗവും 3-ാമത്തെ ആയത്തും. ആരെങ്കിലും ഒരാൾ ഈ ഒരു ആയത്ത് പതിവാക്കിയാൽ, ഈ ഒരു ആയത്ത് ശീലമാക്കി ജീവിതത്തിൽ പതിവാക്കി കഴിഞ്ഞാൽ കടങ്ങൾ തീർന്നു കിട്ടുകയും പ്രതീക്ഷിക്കാത്ത വഴികളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വ്യക്തിയിലേക്ക് റിസ്ക് നൽകുന്നതാണ് എന്ന് ഹബീബായ നബി തങ്ങളുടെ ഹദീസുകളിലൂടെ മഹാന്മാർ പഠിപ്പിച്ചിരിക്കുകയാണ്. ഒന്ന്, അയാളുടെ കടങ്ങൾ തീർന്നു കിട്ടും. 2-ാമത്തത്, മൂപ്പര് പ്രതീക്ഷിക്കാത്ത വഴിയിലൂടെ അല്ലാഹു സഹായങ്ങൾ എത്തിച്ചു കൊടുക്കും. വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. ആരെങ്കിലും ഒരാൾ ഈ ഒരു ആയത്ത് പതിവാക്കി കഴിഞ്ഞാൽ, വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്, ഈ ഒരു ആയത്ത് ആരെങ്കിലും ഒരാൾ പതിവാക്കിയാൽ ദിവസവും രാവിലെയും വൈകുന്നേരവും സുബഹി നിസ്കാര ശേഷവും മഗ്രിബ് നിസ്കാര ശേഷവും 3 തവണ വീതം ഈ ഒരു ആയത്ത് ഓതി, വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ് എന്ന ആയത്തുകൾ രാവിലെയും വൈകുന്നേരവും 3 തവണ വീതം ആരെങ്കിലും ഒരാൾ പതിവാക്കി കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ജീവിതത്തിലെ കടങ്ങൾ അള്ളാഹു നീക്കിക്കൊടുക്കുമെന്നും അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള സഹായങ്ങൾ അയാൾ പോലും പ്രതീക്ഷിക്കാത്ത ഭാഗത്തിലൂടെ വരുമെന്നും. ഈ അടുത്തിപ്പോൾ ഒരു സഹോദരൻ എന്നെ വിളിച്ചൊരു സന്തോഷം പറഞ്ഞത്, ഒരു പ്രതീക്ഷയും ഇല്ലാതിരുന്ന വഴിയിലൂടെ അദ്ദേഹത്തിൻ്റെ കടങ്ങൾ തീർന്നു കിട്ടിയെന്ന് ഞാൻ കേട്ടപ്പോൾ ഒരു അത്ഭുതം തോന്നി. അദ്ദേഹം ഇങ്ങോട്ട് പറഞ്ഞതാണ്, ഞാൻ മുമ്പ് എപ്പോഴോ പഴയ ഏതൊരു വീഡിയോയിൽ ഈ ആയത്തിനെ പ്രതിപാദിച്ചിരുന്നു. ഒരുപാട് കാര്യങ്ങൾ പറയുന്ന കൂട്ടത്തിൽ ഈ ആയത്തും ഞാൻ പറഞ്ഞ ഒരു വീഡിയോ അദ്ദേഹം കണ്ടിട്ട് അന്ന് മുതൽ പതിവാക്കാൻ തുടങ്ങി. ഈ ഒരു വീഡിയോ, ഈ ഒരു ആയത്തുകൾ പതിവാക്കാൻ തുടങ്ങി. ഇപ്പോൾ ഈ കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് എന്നെ വിളിച്ചപ്പോൾ ഒരു സന്തോഷം പറഞ്ഞു, സാർ ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു വഴിയിലൂടെ എൻ്റെ കടങ്ങൾ തീർന്നു കിട്ടിയെന്ന്. എനിക്ക് കുറേ കടങ്ങളുണ്ടായിരുന്നു. എനിക്കിപ്പോൾ ജോലി ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ കഴിയുന്ന ഒരാളാണ്. പക്ഷേ ഞാനിത് പതിവാക്കി, എന്നെക്കൊണ്ട് ചെല്ലാൻ പറ്റുന്ന അത്ര എണ്ണം ഞാൻ എന്ത് ചെയ്തു. അള്ളാഹു സുബ്ഹാനഹു വ തആല എങ്ങനെയാണ് എൻ്റെ കടം വീട്ടിയെന്ന് എനിക്ക് അറിയില്ല എന്ന്, കടങ്ങളൊക്കെ തീർന്നു എന്ന് പറഞ്ഞിട്ട് വലിയ സന്തോഷം പറഞ്ഞു. അള്ളാഹു എങ്ങനെയാണ്, വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്, നമ്മൾ അവൻ കണക്കാക്കാത്ത ഭാഗത്തിലൂടെയൊക്കെ എന്ത് ചെയ്യും, കണക്കില്ലാതെ അള്ളാഹു നൽകും, റിസ്ക് നൽകും. അതുകൊണ്ട് നല്ല നിയ്യത്തോടുകൂടി ചൊല്ലിക്കോളി. 3 തവണ വീതം രാവിലെയും വൈകുന്നേരവും എന്ത് ചെയ്യുക, കുറഞ്ഞത് കൂടുതൽ എത്ര ചൊല്ലാൻ പറ്റുമോ അത്രയും ചൊല്ലാം ഇൻഷാ അല്ലാഹ്. 1-ാമത്തെ ആയത്തതാണ്. ഇനി സൂറത്തുൽ ഇൻഷിറാഹ് കാണാം. ഇൻഷിറാഹ്, അലം നശ്റഹ് സൂറത്ത് അറിയില്ലേ? അലം നശ്റഹ്, സൂറത്തു ഷറഹ് എന്നും പേരുണ്ട്, സൂറത്ത് അലം നശ്റഹ് എന്ന് പേരുണ്ട്. നമുക്കറിയാം അലം നശ്റഹ് ലക സദ്റക് വവളഅന അൻക വിസ്റക് എന്ന സൂറത്ത്. ആ സൂറത്തിലെ 2 ആയത്തുകൾ, ഫഇന്ന മഅൽ ഉസ്രി യുസ്റാ, ഇന്ന മഅൽ ഉസ്രി യുസ്റാ, 2 ആയത്ത് സെയിം ആയത്തുകളാണ്. ഫഇന്ന മഅൽ ഉസ്രി യുസ്റാ, ഇന്ന മഅൽ ഉസ്രി യുസ്റാ. ഈ 2 ആയത്തുകൾ ആരെങ്കിലും ഒരാൾ ഇതുപോലെ തന്നെ രാവിലെയും വൈകുന്നേരവും 7 തവണ വീതം പതിവാക്കി, രാവിലെ 7 തവണ, വൈകുന്നേരം 7 തവണ, അതായത് സുബഹിക്ക് ശേഷവും മഗ്രിബിന് ശേഷവും 7 തവണ വീതം ഈ ഒരു ആയത്തുകൾ ആരെങ്കിലും പതിവാക്കി കഴിഞ്ഞാൽ ആ വ്യക്തിയിലേക്ക് ചേർന്നിട്ടുള്ള മുഴുവൻ പ്രയാസങ്ങളും, അത് സാമ്പത്തിക, മാനസിക, ശാരീരിക ഏത് മേഖലയിലുള്ള പ്രയാസമാകട്ടെ, അത് തീർന്നു കിട്ടുമെന്നും മനസ്സിന് സക്കീനത്തും സമാധാനവും ഉണ്ടാകുമെന്നും മഹാന്മാർ പഠിപ്പിച്ചിരിക്കുകയാണ്. നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റൂലേ?
വമയ്യത്തഖില്ലാഹ യജ്അൽ ലഹു മഖറജൻ വയർസുഖു മിൻ ഹൈസു ലാ യഹ്തസിബ്. രാവിലെ വൈകുന്നേരം 3 തവണ ഏറ്റവും കുറഞ്ഞത് ചൊല്ലുക. രണ്ടാമത്തത് ഇന്ന മഅൽ ഉസ്രി യുസ്റൻ ഇന്ന മഅൽ ഉസ്രി യുസ്റ എന്നുള്ളത് എന്ത് ചെയ്യുക, രാവിലെ വൈകുന്നേരം 7 തവണ വീതം പതിവാക്കുകയും ചെയ്യാം. ഇൻഷാ അല്ലാഹ് ആ വ്യക്തിയിലേക്ക് വന്നു ചേർന്നിട്ടുള്ള കടങ്ങൾ തീരാനും പ്രയാസങ്ങൾ തീരാനും ഇതിനേക്കാൾ എളുപ്പമുള്ള വേറെ ഏത് മാർഗ്ഗമുള്ളത്? അനുഭവമുള്ള ആളുകൾ അവരുടെ ജീവിതത്തിൽ അനുഭവമുള്ളത് പറഞ്ഞു തരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, നമ്മളത് മനസ്സിലാക്കി ഉൾക്കൊള്ളുകയും എൻ്റെ ജീവിതത്തിലും അങ്ങനെ പ്രയാസങ്ങൾ നീങ്ങി കിട്ടാൻ അത് കാരണമായി തീരുമെന്ന് ചിന്തിച്ച് ചെയ്യുമ്പോൾ അള്ളാഹു ഫലം നൽകും ഇൻഷാ അല്ലാഹ്. കാരണം ഒരുപാട് ആളുകൾക്ക് മൻഫഅത്ത് ലഭിച്ച, ഫലം കിട്ടിയ അത്ഭുതപ്പെടുത്തുന്ന ആയത്തുകളാണ്. ഈ അടുത്ത് ഞാൻ പറഞ്ഞതുപോലെ ആ സഹോദരനടക്കം അദ്ദേഹം പ്രതീക്ഷിക്കാത്ത വഴിയിലൂടെയാണ് അദ്ദേഹത്തിന് അതിൻ്റെ എന്ത് ചെയ്യുക മാർഗ്ഗങ്ങൾ തുറന്നു കിട്ടിയത്. അങ്ങനെ എത്രയോ ആളുകൾ മുമ്പും ഇതുപോലെ പല ആളുകളും എന്നോട് ഡയറക്റ്റ് വിളിച്ചിട്ട് അനുഭവം പറഞ്ഞവരുണ്ട്. എനിക്കടക്കം എത്രയോ തവണ അതിന് ഫലം കിട്ടിയത് നേരിട്ടുള്ള അനുഭവമുണ്ട്. ഇങ്ങനെ തുടങ്ങിയിട്ട് വ്യത്യസ്തങ്ങളായ രൂപത്തിൽ അനുഭവപ്പെട്ട ആളുകൾ അവരുടെ അനുഭവങ്ങൾ വിവരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ പ്രയാസങ്ങൾ നീങ്ങാൻ ഇതൊന്നും എന്ത് ചെയ്യുക, മനസ്സറിഞ്ഞ് ചൊല്ലുക. ഇൻഷാ അല്ലാഹു തൗഫീഖ് നൽകുമാറാട്ടെ. പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ പരിസരങ്ങളിലുണ്ട്. അവരിലേക്കൊന്ന് എത്തിച്ചു കൊടുക്കാൻ ശ്രമിക്കുക. അവരുടെ പ്രയാസങ്ങൾ നീങ്ങിയാൽ നമുക്കും അതിൻ്റെ പ്രതിഫലം ലഭിക്കും ഇൻഷാ അല്ലാഹ്. എന്നെ വിളിച്ച് കോൺടാക്ട് ചെയ്യുന്ന ആളുകൾ, പലരും പ്രശ്നപരിഹാരം തേടുന്ന ആളുകളുണ്ട്. ഇൻഷാ അല്ലാഹ് അവർക്ക് ബന്ധപ്പെടാനുള്ള നമ്പർ നമ്മുടെ ചാനലിൽ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്. കഴിയുന്ന ആളുകളൊക്കെ അത് ഉപയോഗപ്പെടുത്താം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ചെയ്തു കൊടുത്ത എല്ലാവർക്കും അള്ളാഹു എന്ത് ചെയ്യട്ടെ, അതിന് അർഹമായ ഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവർക്ക് അതിനുള്ള മൻഫഅത്ത് അള്ളാഹു നൽകുമാറാകട്ടെ. പ്രയാസങ്ങളും വിഷമങ്ങളും അള്ളാഹു നീക്കി കൊടുക്കുമാറാകട്ടെ ഇൻഷാ അല്ലാഹ്. മറ്റൊരു ദിവസത്തിൽ കണ്ടുമുട്ടാം. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.